നാച്ചുറലി കാർബണേറ്റ് ചെയ്ത വീട്ടിൽ ഒരു സോഡ ഉണ്ടാക്കിയതാണ് ഇഞ്ചി വെച്ച്. നിങ്ങളുടെ വീട്ടിലിങ്ങനെ ഇഞ്ചി ഉണ്ടോ? നിങ്ങൾക്കും ചെയ്യാം. സഹൃദയരെ, ബിർസ്, കൊംബൂച്ച, ടെപ്പാച്ചെ എന്നീ സക്സസ്ഫുൾ നാടകങ്ങൾക്ക് ശേഷം നമ്മളിന്ന് അവതരിപ്പിക്കുന്നത് ജിഞ്ചർ ബഗ്ഗാണ്. അതിനുവേണ്ടി ഓർഗാനിക് ജിഞ്ചർ കഴുകി വൃത്തിയാക്കി തോലോട് കൂടി ചെറുതാക്കി അരിഞ്ഞ് റെഡിയാക്കി വെക്കുക. ഇനി ഒരു പാത്രം എടുക്കാം. ഒരു ഗ്ലാസ് ബോട്ടിലോ ഒരു നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക് ബോട്ടിലോ ആയാലും മതി. അതിലേക്ക് നമ്മൾ 20 ഗ്രാം പഞ്ചസാര, 40 ഗ്രാം വെള്ളം, പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചിന്ന് ഒരു 20 ഗ്രാം കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് നമ്മൾ തുണി കൊണ്ട് മൂടി ഒരു ഭാഗത്ത് വെക്കാം. ഇത് നെക്സ്റ്റ് ഡേ നമ്മൾ പുറത്തേക്ക് എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്ത പണി വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. സെയിം ഇഞ്ചി, സെയിം ലെവൽ ഓഫ് പഞ്ചസാര, സെയിം ലെവൽ ഓഫ് വാട്ടർ. ഒരു 5 ദിവസം നിങ്ങൾ ഈ പണി ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ജിഞ്ചർ ബഗ് റെഡിയാവും. ഇഞ്ചിൻ്റെ തോലിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് ഇതിനെ ഫെർമെൻറ്റ് ചെയ്തിരുന്നത്. ഇത് ഊറ്റിയെടുത്താൽ ജിഞ്ചർ ബഗ് ലിക്വിഡ് റെഡി. ഇത് വെച്ചാണ് നമ്മൾ ഇനി പല ഫ്ലേവറിലുള്ള സോഡ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവറിൽ സോഡ ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ ജ്യൂസ് പഞ്ചസാരയോട് കൂടി എടുത്ത് അതിലേക്ക് 20 ml നമ്മുടെ ജിഞ്ചർ ബഗ് ലിക്വിഡ് ഒഴിക്കുകയാണ്. നമ്മൾ ഇനി മൂടി വെച്ച് ഒരു 3 ദിവസം ഇത് നമ്മൾ ഫെർമെൻറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഏകദേശം ഇങ്ങനെയായിരിക്കും. ഷുഗറോട് കൂടിയിട്ടുള്ള ജ്യൂസാണ് നമ്മളിത് ആഡ് ചെയ്തത്. അത് കേൾക്കുമ്പം കാലറി കോൺഷ്യസ് ആയ ആളുകൾക്ക് ഇത്തിരി ബേജാറുണ്ടാവും. പേടിക്കണ്ട, നിങ്ങൾ അവസാനം കുടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ പഞ്ചസാരൻ്റെ 90% ഇതിൽ മൈക്രോ ഓർഗാനിസംസ് തിന്നു തീർത്തുണ്ടാവും. അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ. ഇത് ജിഞ്ചർ ബഗ് വെച്ചുണ്ടാക്കിയ മാംഗോ സോഡയാണ്. ഇതുപോലെ ജിഞ്ചർ എയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ജിഞ്ചർ എയിലിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആ ഹരം.